ദൈവത്തിന് മനുഷ്യനുണ്ടാകുന്ന കുട്ടികള് ചാത്തിനെ പോലെയാണ് ഉള്ളത്. വർഷങ്ങൾക്ക് മുന്നേ ആകാശ ലോകത്ത് നിന്ന് ഒരുപാട് ദേവിമാര് ഈ ഭൂമിയിലേക്ക് വരുന്നുണ്ട്. ആ ദേവിമാരിൽ നിന്ന് ഒരേ ഒരു ദേവിക്ക് ഭൂമിയിലുള്ള മനുഷ്യരെയും ഭൂമിയിലെ ഭംഗിയെയും കണ്ടോണ്ട് തന്നെ തിരിച്ച് ദേവലോകത്തേക്ക് പോകുന്നില്ല. ആ ഒരു ദേവി ഇവിടെ തന്നെ താമസിക്കാണ്. അത് മാത്രല്ല ഭൂമിയിലുള്ള ഒരു മനുഷ്യനെ തന്നെ സ്നേഹിച്ച് അവർക്ക് രണ്ടുപേർക്കും കുട്ടികളും ഉണ്ടാവുന്നുണ്ട്. ജനിക്കുന്ന ഓരോ കുട്ടികളും ചാത്തനെ പോലെയാണ് ഉള്ളത്. പക്ഷെ അവരുടെ സ്വഭാവം ഭയങ്കര ക്രൂരമായിട്ടുള്ളതായിരുന്നു. ഏത് ഭൂമിയുടെ ഭംഗി കണ്ടിട്ടാണോ ദേവി ഇവിടെ താമസിച്ചത്, ആ ഒരു ഭൂമിയെ തന്നെ ഈ ചാത്തന്മാര് നശിപ്പിക്കാനായിട്ട് തുടങ്ങാണ്. അതുകൊണ്ട് തന്നെ ദേവിയും തന്റെ മക്കളായിട്ടുള്ള ഈ ചാത്തന്മാരെ മലയുടെ മുകളിലും ഭൂമിക്കടിയിലുമായിട്ട് തളച്ച് ദേവി ദേവലോകത്തേക്ക് തന്നെ തിരിച്ചു പോകുന്നുണ്ട്. ഇപ്പൊ ആ ഒരു സ്ഥലത്ത് തന്നെ ഇപ്പൊ ഒരു ഗ്രാമം കാണിക്കുന്നുണ്ട്. ആ ഒരു ഗ്രാമത്തിലെ മലമുകളില് ഇങ്ങനെ നടക്കുന്ന ഈ ഒരു പയ്യനാണ് ചൊക്കൻ. ഈ ഗ്രാമത്തിൽ ഇപ്പോഴുള്ള തമ്പുരാന് അവിടെ ഉള്ള താഴ്ന്ന ജാതിപ്പെട്ട ആൾക്കാരെ ഒരുപാട് കഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ അവിടേക്ക് ചെക്കൻ വരുന്നുണ്ട്. തമ്പുരാൻക്ക് ഈ ചെക്കനെ ഒട്ടും തന്നെ ഇഷ്ടമല്ലായിരുന്നു. പക്ഷെ തമ്പുരാന്റെ ഭാര്യയായിട്ടുള്ള തമ്പുരാട്ടിക്ക് ചെക്കനെ വലിയ ഇഷ്ടമായിരുന്നു. ഇപ്പൊ താഴ്ന്ന ജാതിയിലുള്ള ആൾക്കാർക്ക് വീടിന്റെ പിന്നാമ്പുറത്ത് വെച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നുണ്ട്. ഈ താഴ്ന്ന ജാതിയിലുള്ള ആർക്കും ഈ വീടിന്റെ ഉള്ളിലേക്ക് കയറാനുള്ള അനുമതി ഇല്ലായിരുന്നു. ചെക്കൻ അവിടെ നിന്ന് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ആ സമയത്ത് തമ്പുരാട്ടി ചെക്കന്റെ അടുത്തേക്ക് വന്നിട്ട് ഇല്ലിമുളം കാടിനുള്ളിൽ നീ ചാത്തനെ കണ്ടിട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണ്. അതിന് മറുപടി പറയാതെ ചെക്കനും അവിടെ നിന്ന് എഴുന്നേറ്റ് പോകുന്നുണ്ട്. പോകുമ്പോ അവൻ കൊണ്ടുവന്ന മാമ്പഴം എടുക്കാനായിട്ട് അവൻ മറന്നു പോവാണ്. അത് തമ്പുരാട്ടി കാണുന്നുണ്ട്. തമ്പുരാട്ടിക്ക് മേൽജാതി കീഴ്ജാതി ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ ആ മാമ്പഴം ആരും കാണാതെ അവൾ എടുക്കാണ്. ചെക്കൻ ഇപ്പോ ആ ഒരു കാട്ടിനുള്ളിലേക്ക് മലമുകളിലേക്ക് കയ്യില് കുറച്ച് ഇറച്ചി കഷ്ണങ്ങളായിട്ട് പോകുന്നുണ്ട്. അവൻ ആ ചാത്തനെ വിളിച്ച് ആ ഒരു ഇറച്ചി കഷ്ണം ചാത്തിന് കൊടുക്കുന്നുണ്ട്. ഭയങ്കരമായ ഭീകര രൂപം അവിടെ വന്നിട്ട് ആ ഒരു ഭക്ഷണം എടുത്തോണ്ട് പോവാണ്. എന്നിട്ട് ഒരു പച്ച കളറിലുള്ള കല്ല് ചെക്കന് വേണ്ടി ചാത്തൻ ഉരുട്ടി വിടുന്നുണ്ട്. രാത്രി സമയത്ത് തമ്പുരാന് ചോറ് കൊടുക്കുമ്പോ ഭാര്യയുടെ കയ്യിൽ നിന്ന് തമ്പുരാന് മാമ്പഴത്തിന്റെ മണം കിട്ടുന്നുണ്ട്. ഭാര്യയോട് കാട്ടി പോയി നീ മാമ്പഴം പറിച്ചോ എന്ന് ചോദിക്കുമ്പോ അടുത്തുണ്ടായിരുന്ന ഒരു കിളവി പറയാണ് അതാ ചെക്കൻ കൊണ്ടുവന്നിട്ട മാമ്പഴം അവൾ എടുത്ത് തിന്നതായിരിക്കുന്നു. അതുകൊണ്ട് തന്നെ ദേഷ്യം വന്ന തമ്പുരാനും ആ ഒരു ഭക്ഷണം തട്ടിക്കളഞ്ഞതിന് ശേഷം ആ ഒരു ചെക്കൻ കൊണ്ടുവന്ന സാധനം തൊട്ട് ഞാൻ ഇനി കുളിച്ചാൽ മാത്രമേ ശുദ്ധിയാവുള്ളൂ എന്ന് പറഞ്ഞ് പുഴയിൽ മുങ്ങി കുളിക്കാനായിട്ട് ആ ഒരു പാതിരാത്രി സമയത്ത് പോകുന്നുണ്ട്. ആ ഒരു കുളത്തിൽ ഇപ്പോ ചെക്കൻ കുളിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. ഇത് കണ്ട തമ്പുരാന് ആകെ ദേഷ്യം വരുന്നുണ്ട്. ഒരു താഴ്ന്ന ജാതിപ്പെട്ട നീ ഇവിടെ കുളിക്കാൻ പാടുണ്ടോ എന്ന് ചോദിച്ച് കൈ കിട്ടിയ ഒരു കല്ല് കൊണ്ട് ചെക്കന്റെ തല ഇടിച്ച് അവനെ അവിടെ തന്നെ കൊന്നു കളയാണ് തമ്പുരാൻ. ഈ ഒരു ചെക്കനും ചാത്തനും ഭയങ്കര ഫ്രണ്ട്സ് ആയിരുന്നു. ആ ഒരു പയ്യൻ മരിച്ചതിനെ തുടർന്ന് ആ ചാത്തന്റെ ശാപം തമ്പുരാന്റെ കുടുംബത്തെ മാത്രമല്ല ആ ഒരു ഗ്രാമത്തെ മുഴുവൻ ബാധിക്കുകയാണ്. ആ ഒരു ഗ്രാമത്തിൽ സമാധാനം ഇല്ലാതായിരിക്കുകയാണ്. പുഴകളെല്ലാം വറ്റി തുടങ്ങിയിട്ടുണ്ട്. മൃഗങ്ങളെല്ലാം ചത്തുപോകാനായിട്ട് തുടങ്ങാൻ. പോരാത്തതിന് ഒരു അത്ഭുതം പോലെ തമ്പുരാന്റെ വീട്ടിൽ മാത്രം കല്ല് മഴ പെയ്യാനായിട്ട് തുടങ്ങാണ്. ഗ്രാമത്തിലുള്ള എല്ലാവർക്കും പേരെന്താന്ന് പോലും അറിയാത്ത ഒരു തരം കുമിളകൾ ദേഹത്ത് പൊന്താനായിട്ട് തുടങ്ങാണ്. അതിന് ചികിത്സ കിട്ടാതെ എല്ലാവരും മരിച്ചു വീഴുന്നുണ്ട്. ഇതിനൊരു പരിഹാരത്തിന് വേണ്ടി മായയും മന്ത്രവും വൈദ്യവും എല്ലാം നോക്കുന്നുണ്ടെങ്കിലും ഒരു പരിഹാരവും ആ ഒരു ഗ്രാമത്തിലുള്ളവർക്ക് ലഭിക്കുന്നില്ല. ഇപ്പൊ ഒരു ദിവസം തമ്പുരാന്റെ ദേഹത്തും ഇതുപോലെ ചാത്തന്റെ ശാപായിട്ട് ആ ഒരു കുമിളകൾ പൊന്തുന്നുണ്ട്. ആ ഒരു മരണ ഭയം കൊണ്ട് തന്നെ തമ്പുരാൻ തീരുമാനിക്കാണ് വേറെ ഒരു ചാത്തനായിട്ടുള്ള ഗാരി ദേവനെ വിളിക്കാമെന്ന്. ഈ ഗാരി ദേവനും ആദ്യം വന്ന ആ ദേവിയിൽ ഉണ്ടായ ഒരു മകൻ തന്നെ ആയിരുന്നു. ഇലിമുളം ചാത്തനെ നേരിടാനായിട്ട് ഈ ഒരു ഗാരി ദേവന് മാത്രമേ പറ്റുള്ളൂ എന്ന് തമ്പുരാൻ വിശ്വസിച്ചിരുന്നു. പക്ഷെ ഇതുകൊണ്ട് തന്നെ ആ ഗ്രാമത്തിലേക്ക് വലിയ ദുരന്താണ് അവർ വിളിച്ചു വരുത്തിയിട്ടുള്ളത്. പിന്നീട് എന്ത് സംഭവിച്ചു എന്ന് അറിയാനായിട്ട് ഈ ഒരു മൂവി ഫുൾ പാർട്ടി കാണാൻ താഴെയുള്ള പ്ലേ ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്താൽ മതി.